പ്രതിപക്ഷ നേതാവായിരിക്കുമെന്ന ചോദ്യത്തിന് ചില സൂചനകൾ വരുന്നു. കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. പ്രതിപക്ഷ നേതാവാകാൻ പിണറായി സന്നദ്ധനാണെന്നാണ് വിവരം. ഇന്ന് ചേരുന്ന പിവിയിൽ പിണറായി വിജയൻ നിലപാട് അറിയിക്കും. 12-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. പിണറായി ഇല്ലെങ്കിൽ മാത്രം കെ.എൻ. ബാലഗോപാലിനെ സ്ഥാനത്തേക്ക് പരിഗണിക്കും. ആദിൽ പാലോടുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇന്ന് വളരെ നിർണായകമായ പോളിറ്റ് ബ്യൂറോ യോഗമാണ്. പരാജയത്തിന്റെ കാരണങ്ങൾ തിരിയുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയതുപോലെ നീണ്ട ചർച്ച ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായി താൻ സന്നദ്ധനാണ് എന്ന് PVA ഇന്ന് പിണറായി വിജയൻ അറിയിക്കുമോ? പിണറായി അല്ലെങ്കിൽ മാത്രമാണ് കെ.എൻ. ബാലഗോപാലിനെ പരിഗണിക്കാൻ സാധ്യത? കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആരാണ് എന്നതിന്റെ സൂചന വരും മുമ്പ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നറിയാൻ കഴിയുമോ? അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് എടുക്കേണ്ടതെങ്കിൽ കൂടി ആദിൽ പാലോ. പ്രാഥമിക ധാരണകൾ ഇന്നും നാളെയുമായി ചേരുന്ന PB യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ മുഖമായി വരിക എന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പിണറായി വിജയൻ അതിന്റെ സന്നദ്ധതയെ അറിയിച്ചു. സന്നദ്ധനാണ് എന്ന കാര്യത്തിൽ ഒരു സൂചനകൾ പുറത്തു വരികയാണ്. അങ്ങനെ അല്ല എങ്കിൽ മാത്രം കേന്ദ്ര കമ്മിറ്റി അംഗം കെ.എൻ. ബാലഗോപാലിലേക്ക് ചർച്ചകൾ പോകും എന്നുള്ളതാണ്. രണ്ട് ചർച്ചകളാണ് പ്രധാനമായും ഈ വിഷയത്തിലുള്ളത്. അതിലൊന്ന്, പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ പിന്തുണ ഉണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ പിണറായിക്കാണ്. ഈ പരാജയത്തിൽ മുന്നിൽ നിന്നത് തിരിച്ചു വരാൻ പിണറായി തന്നെ മുന്നിൽ നിൽക്കണമെന്ന ഒരു അഭിപ്രായം പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. പക്ഷേ ഘടകകക്ഷികളുടെ അഭിപ്രായം പ്രധാനമാണ്. ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗം ചേർന്നപ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നപ്പോഴും പിണറായിയുടെ പ്രസ്താവനകൾ വലിയ തോതിൽ തിരിച്ചടിയായെന്ന വിമർശനമുണ്ടായിരുന്നു. CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ പറഞ്ഞത് പുതിയ മുഖം വരണം, ആളുകൾ മാറട്ടെ എന്നായിരുന്നു. ഈ പ്രതികരണങ്ങൾ വളരെ പ്രധാനമാണ്. ഏതായാലും ഈ പ്രതികരണങ്ങൾ ഒന്നും പരിഗണിക്കേണ്ട കാര്യം CPM-നില്ല. പക്ഷേ മാറുമോ ഇല്ലയോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. പോളിറ്റ് ബ്യൂറോ യോഗം 11 മണിക്ക് ദില്ലിയിലെ AKG ഭവനിൽ ഉണ്ടാകും. ഞാനിപ്പോൾ കേരള ഹൗസിലുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് വലതുവശത്തെ കൊച്ചിൻ ഹൗസ് മുഖ്യമന്ത്രി ഒഴിവാക്കി ഇടതുവശത്തെ കേരള ഹൗസിലെ സാധാരണ മുറിയിലാണ് ഇന്ന് താമസം. 204 നമ്പർ മുറിയിലാണ്. എൻ്റെ ഒന്നും 10 വർഷത്തിൽ നമ്മളൊന്നും കാണാത്ത കാഴ്ചയാണ്. സാധാരണ നേതാക്കന്മാർ വരുമ്പോൾ താമസിക്കുന്ന മുറിയിലേക്ക് പിണറായി വിജയൻ എത്തുന്നു എന്നുള്ളത്. ഇത് മുഖ്യമന്ത്രി വരുമ്പോൾ ഉപയോഗിക്കുന്ന കാറാണ്. ദില്ലിയിൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഇന്നോവ കാറാണ്. ഈ കാർ മുഖ്യമന്ത്രിക്ക് മാത്രമായി ഉപയോഗിക്കുന്ന കാറാണ്. ഇനി ഒരു 2-3 ദിവസം കൂടി മാത്രമേ ഇതിൽ യാത്ര ഉണ്ടാകൂ. അടുത്ത തവണ വരുമ്പോൾ സാധാരണ ഇവിടെയുള്ള മറ്റു കാറുകളായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാർട്ടി വിട്ടുകൊടുക്കുന്ന കാറുകളായിരിക്കും. ഗവൺമെന്റ് ഓഫ് കേരള വളരെ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ്, മുഖ്യമന്ത്രിയുടെ വാഹനം, ദില്ലിയിലെ വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ അവസാന യാത്ര ഇതിലാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും വളരെ മറ്റൊരു കാര്യം, ഈ സുരക്ഷ കാര്യമായി ഇവിടെ ദില്ലിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.